പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനെ തേടുകയാണ് കോൺഗ്രസ്. ലൈംഗിക അതിക്രമ കേസിൽ നിലവിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞു. എങ്കിലും ഇപ്പോഴും MLA സ്ഥാനത്ത് തന്നെ തുടരുകയാണ് രാഹുൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനുള്ള ഒരുക്കത്തിൽ പാലക്കാട് പുതുമുഖങ്ങളെയാണ് കോൺഗ്രസ് തേടുന്നത്. രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനുകൂലുവിന്റെ റിപ്പോർട്ട് അറിഞ്ഞതിനു ശേഷം അന്തിമ പ്രഖ്യാപനമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും പാലക്കാട് രാഹുലിന് പകരക്കാരനെ തേടിയുള്ള കോൺഗ്രസ് അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മുൻ സിവിൽ സർവീസ് ഓഫീസർ കണ്ണൻ ഗോപിനാഥിലാണ്. കണ്ണന്റെ കാര്യത്തിൽ കനുകുലു 100 വട്ടം ഉറപ്പു നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് കണ്ണനിൽ പാർട്ടി ലാൻഡ് ചെയ്തിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായി മെട്രോമാൻ E ശ്രീധരൻ മത്സരിച്ചപ്പോൾ വലിയ പിന്തുണ കിട്ടിയിരുന്നു. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മണ്ഡലത്തിൽ പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. കണ്ണനിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് പാർട്ടി. കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിച്ച് സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ച കണ്ണൻ ഗോപിനാഥ് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കോൺഗ്രസിൽ ചേർന്നത്. കണ്ണൻ എത്തുന്നതോടെ രാഹുൽ ഉണ്ടാക്കിയ ചീത്തപ്പേര് മായ്ക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. നേരത്തെ സന്ദീപ് വാര്യർ പാലക്കാട് നിന്ന് ജനവിധി തേടുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ കണ്ണൻ വരുന്നതോടെ സന്ദീപ് വാര്യർ പാലക്കാട് സാധ്യതാ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. തൃശൂരോ പകരം മറ്റേതെങ്കിലും മണ്ഡലമോ സന്ദീപിന് മുന്നിൽ തുറക്കപ്പെടുമെന്നാണ് കരുതുന്നത്. പാലക്കാടാണ് സന്ദീപിന്റെ തട്ടകം. ഈ മണ്ഡലത്തിൽ നിന്നാൽ അനായാസം ജയിക്കാമെന്ന വിശ്വാസം സന്ദീപിനുണ്ടായിരുന്നു. രാഹുലിന് എന്തുകൊണ്ടും പകരക്കാരനാകാനുള്ള യോഗ്യത സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നു. എന്നാൽ ജനസേവകൻ എന്നതിനും അപ്പുറം പ്രാവീണ്യം തെളിയിച്ച ഒരാളെ അവതരിപ്പിച്ചാൽ വിജയം സുനിശ്ചിതമെന്ന ചിന്ത കോൺഗ്രസിനുണ്ട്. ഈ തീരുമാനത്തിൽ സന്ദീപ് നിരാശനാണെന്ന് പറയേണ്ടി വരും. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ ജയഘോഷിനെ പരിഗണിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇതോടെ 1ഉം 2ഉം സാധ്യതാ പട്ടികയിൽ കണ്ണൻ ഗോപിനാഥും ജയഘോഷും എത്തിയതോടെ സന്ദീപ് നിലവിൽ 3ആം സ്ഥാനത്താണെന്ന് പറയേണ്ടി വരും. യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്ന സംസ്ഥാനത്തെ ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് OG ജനീഷിനെ കൊടുങ്ങല്ലൂരിൽ മത്സരിപ്പിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയലിനെ ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കണമെന്നും അബിൻ വർക്കിയെ ആറന്മുളയിൽ അവതരിപ്പിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ KM അഭിജിത്ത് കൊയിലാണ്ടിയിലും നാദാപുരത്ത് ജിൻഷാദ് ജിന്നാസ്, തൃശൂരിൽ ശ്രീലാൽ ശ്രീധർ, തൃക്കരിപ്പൂരിൽ ജോമോൻ ജോസ് എന്നിവരെ പരിഗണിക്കണമെന്ന ആവശ്യം സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിലാണ് പാലക്കാടും യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. അതേസമയം പാലക്കാട് സീറ്റിൽ സന്ദീപ് വാര്യർക്കാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് മുൻതൂക്കം നൽകിയത്. യൂത്ത് കോൺഗ്രസ് ആവശ്യം ശക്തമാക്കിയപ്പോൾ സന്ദീപ് വാര്യരുടെ പാലക്കാടൻ മോഹങ്ങൾ കരിഞ്ഞു വീഴുമോ എന്ന സന്ദേഹവും ഉയർന്നു വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്ന ശേഷിക്കുന്ന 7 മണ്ഡലങ്ങളുടെ പേരോ സ്ഥാനാർത്ഥികളുടെ പട്ടികയോ നൽകിയിട്ടില്ല. പരമാവധി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അവസരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും പതിവുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ എത്ര എണ്ണം കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും പാലക്കാട് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയായി കണ്ണനെ അവതരിപ്പിച്ചാൽ പ്രതിസന്ധിയിലാകുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളും സന്ദീപ് വാര്യറുമാണ്.